അപ്പോൾ മുത്തുമണി നമ്മുടെ കുഞ്ഞാപ്പോൾ ഓല കടിക്കുന്നത് കണ്ട ഓല കടിച്ച് തിന്നുന്നതായിക്കോട്ടെ. അതാ 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 നമ്മുടെ കുഞ്ഞാപ്പ് ഇതാ തെങ്ങി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാ 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 അങ്ങോട്ട് ചാടി ചാടി വരുന്നുണ്ട്. അവൻ അവൻ വല്ലാതെ മേടിച്ചു കേട്ടോ. നോക്കുമ്പോൾ അതാ അവൻ ഇവിടെ തന്നെ തെങ്ങിലേ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വാല് കട്ടായതുകൊണ്ട് നമുക്കറിയും ഏതാളാണെന്ന്. കുഞ്ഞാപ്പ് വാ വാടാ. ആ പട്ടമ്മക്കൂടെ ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ പട്ട, അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കുച്ചിൻ്റെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വടിയിൽ ഇതിൽ കൂടെ ആ പട്ടയിൽ നിന്ന് അവനിക്ക് ഇതിൽ കൂടെ ഇങ്ങനെ വരാൻ പറ്റും. പക്ഷെ അവൻ വരുമോയെന്ന് എന്താ അറിയില്ല. അവൻ അവിടെ തന്നെ നിന്ന് കളിക്കുന്നുണ്ട് കണ്ടോ. ബാ ഒരിക്കൽ വഴി പിടികിട്ടിയാൽ അവൻ ശരിക്കും അതിൽ കൂടെ വരും. ഇവിടെ ഒരു നായി ഉണ്ട് കേട്ടോ, അതാണ് പേടി. കുഞ്ഞപ്പ വാടി, അതാ നോക്ക എന്നെ. വാടാ നോക്കണ കണ്ട. വാ പാല് തരാം, പാല്. വാ എവിടെ കാണാലോ. അതാ നിന്ന് പട്ട തിന്നണത്. പട്ട കടിച്ച് നിൽക്കടാ. വീട് കെടുക്കുമ്പോൾ ഇടയിൽ അതാണ്ട നിൽക്കണത്. നമുക്ക് കാണാൻ പറ്റും തോന്നണം അവനെ. അതാ കണ്ടോ, അവൻ വഴി നോക്ക്. അപ്പം എന്തായാലും അവൻ വരട്ടെ. വരുന്ന വീഡിയോ കാണിക്കട്ടോ ഞാൻ. ഇതാ നിൽക്കണ കള്ളാണ്ട്. അപ്പോൾ ഒരു 4 മണിയാവാനായിട്ടോ. അപ്പോൾ ഞാനിതാ ചായ വെക്കണം. ഒരു വൈകുന്നേരം തൊട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഞാൻ രാവിലെ ആട്ടിയതിൻ്റെ ബാക്കി കേട്ടോ. എത്രയൊക്കെ ആട്ടിയത് രാവിലെ ഫോണിൽ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ രാത്രി 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട്, നമ്മൾ ഈ പാലപ്പം എന്നൊക്കെ പറയില്ലേ, ഉഴുന്നില്ലാണ്ട് 2 ഗ്ലാസ് പച്ചരി ചെറിയ ഗ്ലാസ്സിന് നമുക്ക് അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ലേശം ചോറ് ഇത്ര കാട്ടി ഞാൻ രാവിലെ കുട്ടികൾക്കും പ്രിയസ്കാർക്കൊക്കെ കൊടുത്തു. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി പിന്നെ ഉഴുന്നിടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ഞത്തിന് മുരിച്ചെടുക്കാം കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനപ്പോൾ ഈ പാനിലാട്ടോ ചുടുന്നു. 2-3 പാനുണ്ട്, എന്നാലും ഞാൻ ഇതിൽ നല്ല എനിക്കിഷ്ടം കേട്ടോ ചൂടാൻ. അപ്പോൾ നല്ല നമ്മുടെ വട്ടത്തിൽ ഈ മലപ്പുറം സൈഡൊക്കെ ഒരു ഉണ്ടാവുമല്ലോ ഒരു പാലപ്പത്തിൻ്റെ അതുപോലൊരു പാലപ്പം. നമുക്ക് എത്ര വേണമെങ്കിലും വീതി കൂട്ടും കുറക്കും, കട്ടി കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പച്ചട്ടിയിലാണെങ്കിൽ നന്നായിട്ട് അപ്പം പോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വക്കുള്ള ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ചൂടുക കേട്ടോ. അപ്പോൾ നല്ല ഹോൾസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നറിയാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി, പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ. ഒരു ചെറിയ മുടിയാണെങ്കിൽ 1 മുടി തേങ്ങ. പിന്നെ എന്താണോ, ഞാനിപ്പോൾ ഇത് ചായക്ക് തിന്നാൻ വേണ്ടി ഒന്ന് മൊരിച്ചെടുത്താൽ കേട്ടോ. നല്ല രാവിലെ ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മൂടി വെച്ചില്ല, അതിപ്പോൾ ഇങ്ങനെ നല്ല ചായക്ക് നമുക്ക് തിന്നാം കേട്ടോ. നല്ല ടേസ്റ്റ്. തേങ്ങ പിന്നെ ചെറിയ ഉള്ളി 2 ഇടാം കേട്ടോ. അതല്ലെങ്കിൽ ഒരു സവാളൻ്റെ തുണ്ടിട്ടാലും മതി. പിന്നെ ഇത്തിരി ജീരകം, ചെറിയ ജീരകം. പിന്നെ വന്നിട്ട് കുറച്ച് ചോറ് കേട്ടോ. ചോറുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ലേശം അവലും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ മാവ് കണ്ട് ആട്ടിയെടുക്കുമ്പോഴത്തേന് എന്തൊരു മണമെന്നറിയോ, സ്മെല്ലൊക്കെ. തേങ്ങാപ്പാലിൻ്റെയും ജീരകത്തിൻ്റെയും ഉള്ളിൻ്റെയൊക്കെ നമ്മൾ ഈ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ലെവൽ മതി കേട്ടോ. ചിലവർ ഇതിലും വെള്ളം പോലെ ആക്കും. അപ്പോൾ ഞാൻ കണ്ടോ നന്നായിട്ട് നമുക്ക് വൈകുന്നേരം രാവിലെയൊക്കെ ചായ കുത്തിമറിക്കാതെ ചായൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ല അടിപൊളി പാലപ്പം. കൈ കൊണ്ടേ എടുക്കാം കേട്ടോ. നമുക്ക് കൈ ചൂട് പൊള്ളും, അതുകൊണ്ട് ഞാൻ ചട്ടക യൂസ് ചെയ്യാതെ അങ്ങനെ മറിഞ്ഞു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ. ഉണ്ടോ, ഞാൻ ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വരും നമുക്ക് നമ്മുടെ ചട്ടയിൽ. അപ്പോൾ നമുക്ക് അപ്പച്ചട്ടിയുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ പറയാൻ തന്നെ അറിയും, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതുവരെ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നു. പിന്നെ ഇതിലെന്താ ചേർക്കേണ്ടതെന്ന് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല അടിപൊളി അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും കേട്ടോ. നമ്മുടെ ദോശ അപ്പം നല്ല ഹോൾസൊക്കെ വന്നിട്ട് തിന്നാനും കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. എന്ത് സൂപ്പറാണ്. മൂടി വെക്കാം. നല്ല ഉള്ളിന് ജീരകത്തിന് നമ്മൾ അങ്ങനെ ചായ തിളച്ചു. അപ്പോൾ ചായ പാലപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എന്താ സൗണ്ട്? പോണാ
ഇനി റിൻഷിപ്പോൾ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനി ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷം. അപ്പോൾ ഇത്രയും ദിവസം അവൻ ഒപ്പം ഉണ്ടായിട്ട് ആദ്യമായിട്ട് കേട്ടോ പുറത്ത് വിട്ടത് ഇവിടുത്തെ. അപ്പോൾ അതാ വീട്ടിൽ നോക്കൊരു മയിലിങ്ങനെ നിൽക്കണം. അപ്പോൾ അവൻ പോയപ്പോഴേ പൊതുവേ നമുക്ക് കൂടെ ഉള്ളവർ കുറേ ദിവസം ഉണ്ടായിട്ട് പോകുമ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പോൾ അവൻ വരുമില്ലേ എന്നൊന്നും അറിയില്ല. വിട്ടു കേട്ടോ ഞാൻ. അവൻ്റേതായിട്ടുള്ള സ്വതന്ത്രം കൊടുത്തു അവനിക്ക്. എന്തായാലും നോക്കാം അല്ലേ, വരുമായിരിക്കും. പാല് കുടിക്കേ. ഇനി പോകണ്ട വാടി കുഞ്ചി പെണ്ണ് വാടി. എവിടേക്കാ പോയി ഇത്ര നേരം? പാപ്പ കൊച്ച് വന്ന് കണ്ട എൻ്റെ തങ്കക്കൂടെ വന്ന്. ഇതെന്താ തക്കാളിയോ? തക്കാളി എടുത്ത് കൊടുക്ക്. സത്യം എവിടേക്ക് പോണേ? എന്നെ പേടിച്ചു പോണു. ഇതിന് മുകളിൽ കൂടെ കയറടാ. മുകളിൽ കയറ്. ഇനി പോകാൻ നോക്കിയാൽ നടക്കില്ല മുത്തേ. ഇനി പോകാൻ നോക്കി നടക്കില്ല സ്വത്തേ കേട്ടോ. അവൻ വന്നു കേട്ടോ. ഓ സ്വത്ത് മുത്താണ് മുത്ത്. എന്നാ പാലെന്നാ കുറച്ചും കൂടെ കുടിക്കേ. എവിടേക്ക് പോണേ? കുറച്ചും കൂടെ കുടിക്കേ. അതിന്റെ മുകളിൽ കയറി മുകളിലേക്ക്. ഇനി പോകാൻ നോക്കണ് കള്ളാണ്ടി. പാല് കുടിക്കും. മുകളിൽ കയറ്റി തരാ. മുകളിൽ കയറ്റി തരാ. മുകളിൽ കയറ്റി തരാ. ഓ എത്ര നേരം പാടുപെട്ട് വിളിച്ചു ഞാൻ ഇന്നെ. സ്വത്തുക്കുട്ടി പെൺകുട്ടിയല്ലേ പോയാ പേര്. ആ മുറുക്ക് എടുത്തിട്ട് ആ കറുത്ത മുറുക്ക്. അത് വേറെ പട്ടെ ഇതവിടെ ഇട്ടോ. എന്നാ മുറുക്കുന്ന പേടിച്ചിട്ടിരിക്കുന്നു. പേടിച്ചിട്ടാണ് അവിടെ പോയിരിക്കുക. കൊണ്ട് നിക്കണ ആണെങ്കിൽ തുടങ്ങപ്പ കുട്ടി വന്ന് തങ്ക. അതിൽ കണ്ണു നമ്മൾ നേരിട്ട് കണ്ണു നോക്ക്. അവർക്ക് ഇഷ്ടമാണ്. എന്താ പോയിട്ടൊന്നും കിട്ടിയില്ലടാ വാവേ. പോയിട്ടൊന്നും കിട്ടിയില്ല തങ്കോ. മുകളിൽ കൂടെ എങ്ങനെ കേറുന്നാണ്. കോട്ടയെ കൂടെ കേറിയാൽ മതിയായി. ജെല്ലടച്ചില്ലത്. കുഞ്ഞിപ്പെണ്ണാണ്. ശരി തിന്നട്ടെ. ഇനി ഒന്നും ചെയ്യണ്ട. മറ്റേ തിന്നു പകുതി അയക്കുന്നു. തുണ്ട് വായ തക്കാളി എവിടെ? പാൽ മുറുക്കണം. പുറത്തുനിന്നൊന്നും കിട്ടിയില്ല തോന്നുന്നു. ഉള്ളിക്കറടാ മേത്ത് ചാടുക. അങ്ങനെ നമ്മൾ കുഞ്ഞാപ്പൂവിൻ്റെ ഒരു വിധത്തിൽ ഉള്ളിൽ വന്നു കേട്ടാ. കുഞ്ഞാപ്പൂ കൂട്ടി കയറി. കുഞ്ഞാപ്പൂ വന്നു കേട്ടാ. അവൻ